ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ബുദ്ധിയുള്ളവരുടെ കരളലിയിക്കുന്ന കാഴ്ചകളാണ് ബുദ്ധിമാന്ദ്യമുള്ളവരുടെ ലോകത്ത്. ഏതൊക്കെയോ ചില ജനിതക നിമിത്തങ്ങളാൽ സാധാരണ ലോകത്തിന്റെ പതിവ് കാഴ്ചകളിൽ നിന്ന് അരികുവൽക്കരിക്കപ്പെട്ടവരാണവർ. ബുദ്ധിമാന്ദ്യം ഉള്ളവരെ പോലെ തന്നെ പരിഗണനയും പിന്തുണയും അർഹിക്കുന്നു അവരെ പരിചരിക്കുന്നവരും. ഇക്കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ലോക ബുദ്ധിമാന്ദ്യ ദിനം കൂടി കടന്നു പോവുകയാണ്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. കേരളത്തിലെ ജയിലുകളിൽ റിമോട്ട് കൺട്രോൾ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രിയും ജയിൽ ഡിജിപിയും രാജിവെക്കണമെന്നും സുരേന്ദ്രൻ. കൌമാരപ്രായക്കാരുടെ അമ്മമാർക്ക് ബോധവൽക്കരണം നൽകേണ്ട സാഹചര്യമാണ് ഇന്നുള്ളതെന്ന് മേയർ എ കെ പ്രേമജം. കോർപ്പറേഷന്റെ അമ്മ അറിയാൻ പദ്ധതിക്ക് തുടക്കമായി. അനന്തരാവകാശികൾക്ക് അവകാശപ്പെട്ട പെൻഷൻ നിഷേധിക്കുന്നത് സൈനികരുടെ വിധവകളോട് ചെയ്യുന്ന അനീതിയാണെന്ന് കൌൺസിൽ എക്സ് സർവീസ്മെൻ വിഡോസ്. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ ജയിലുകളിൽ റിമോട്ട് കൺട്രോൾ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. കുറ്റകൃത്യങ്ങൾക്ക് ജയിൽ ഡിജിപി കൂട്ടുനിൽക്കുകയാണെന്നും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജയിൽ ഡിജിപിയും രാജിവെക്കണമെന്നും സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. 90ഓളം മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിട്ട് തുടരന്വേഷണങ്ങൾ ഉണ്ടായില്ല. അപ്പൊ ഈ കുറ്റകൃത്യത്തിന് ജയിൽ ഡിജിപി കൂട്ടുനിൽക്കുകയായിരുന്നോ? പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുകയായിരുന്നോ? ആഭ്യന്തരമന്ത്രിക്ക് എന്താണ് ആ വകുപ്പിൽ പണി? ഒരാളുടെ മൊബൈൽ ടവർ ലൊക്കേറ്റ് ചെയ്യാൻ കേരളത്തിലെ സൈബർ സെല്ലിന് എത്ര സമയം വേണം? 10 മിനിറ്റ് സമയം പോലും വേണ്ട. ആഭ്യന്തരമന്ത്രി ജയിൽ സന്ദർശിച്ച് 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ജയിൽ ഡിജിപി പറയുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന്റെ ആധികാരികത ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ജയിൽ ഡിജിപി മുതൽ ആഭ്യന്തരമന്ത്രി അടക്കം രാജിവെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ സർക്കാർ ഓഫീസുകളിൽ അന്യായമായി പൂഴ്ത്തിവെച്ചിരിക്കുന്ന ഒഴിവുകൾ പൂർണ്ണമായും റിപ്പോർട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജില്ലാ യുപി സ്കൂൾ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ DDE ഓഫീസ് ധർണ നടത്തി. ജില്ലാ പഞ്ചായത്ത് കൌൺസിൽ പ്രതിപക്ഷ നേതാവ് ED ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ യുപി സ്കൂൾ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ DDE ഓഫീസ് ധർണ നടത്തി. ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിലെ 185 ഒഴിവുകൾ പൂർണ്ണമായി റിപ്പോർട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ധർണ. കോഴിക്കോട് ജില്ലയിലെ സർക്കാർ ഓഫീസുകളിലെ ഒഴിവുകൾ അന്യായമായി പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മലപ്പുറത്ത് 183ഉം വയനാട്ടിൽ 67ഉം ഒഴിവുകൾ നികത്തിയിട്ടുണ്ട്. എന്നാൽ കോഴിക്കോട്ട് ആകെ 11 ഒഴിവുകൾ മാത്രമാണ് നികത്തിയത്. ഈ വർഷം ഒരൊഴിവ് പോലും നികത്തിയിട്ടില്ല. പ്രതിഷേധത്തിന്റെ ആദ്യപടി എന്ന നിലയിലാണ് ധർണ നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് കൌൺസിൽ പ്രതിപക്ഷ നേതാവ് ED ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. KTF സംസ്ഥാന സെക്രട്ടറി KK ജബ്ബാർ മുഖ്യപ്രഭാഷണം നടത്തി. സിഞ്ചൂര പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. രേഷ്മ, PV മുരളി, വിനീത, KM സിന്ധു എന്നിവർ സംബന്ധിച്ചു. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കോഴിക്കോട് ജില്ല വളരെ സാവധാനമാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒഴിവുകൾ നികത്തുന്ന കാര്യത്തിൽ. അപ്പം ഇതുവരെയും നമ്മൾ എന്തായാലും നടക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇതുവരെയും സർക്കാരിന്റെ ആരുടെ ഭാഗത്തുനിന്ന് അലംബമാണെങ്കിലും നടക്കാത്തതിന് ഒരു സങ്കടം കൊണ്ടാണ് ഈ സൂചനാ പ്രതിഷേധം നടത്താനായിട്ട് തീരുമാനിച്ചത്. കഴിഞ്ഞ 20 വർഷമായി ശരീരം ഒന്നനക്കാൻ കഴിയാതെ ഒരേ കിടപ്പിൽ കഴിയുകയാണ് മാറാട്ടെ കാഞ്ഞിരത്തിൽ ശ്രീധരൻ എന്ന 60കാരൻ. നട്ടലിന് പറ്റിയ ഗുരുതരമായ പരിക്കാണ് ശ്രീധരനെയും ശ്രീധരന്റെ കുടുംബത്തിന്റെയും ജീവിതം വഴിമുട്ടിച്ചിരിക്കുന്നത്. കുടുംബത്തിനോ സമൂഹത്തിനോ തന്റെ ജീവിതം കൊണ്ട് എന്ത് നേട്ടം എന്ന ചോദ്യവുമായി 20 വർഷമായി ഒരേ കിടപ്പിൽ ശരീരം ഒന്ന് അനക്കാൻ കഴിയാതെ ജീവിക്കുകയാണ് മാറാട്ടെ കാഞ്ഞിരത്തിൽ ശ്രീധരൻ എന്ന 60കാരൻ. 1993 മാത്തോട്ടത്തെ ഒരു വീടിന്റെ കോൺക്രീറ്റ് പണിക്കിടെ കമ്പി കെട്ടുമ്പോഴാണ് 2 കാലിന്റെ ഇടുപ്പിൽ നിന്നും കഠിനമായ വേദന അനുഭവപ്പെടുകയും അതോടെ ഇരിക്കാനോ നടക്കാനോ കഴിയാതെ ശ്രീധരൻ കിടപ്പിലാവുകയായിരുന്നു. തുടർന്ന് പല ചികിത്സകൾ നടത്തിയെങ്കിലും യാതൊരു ഫലവും കണ്ടില്ല.
15 വർഷത്തോളം പ്രകൃതി ചികിത്സ ചെയ്തു. നട്ടെല്ലിന് പറ്റിയ ഗുരുതരമായ പരിക്കാണ് ശ്രീധരനെ പിടികൂടിയതെന്ന് മനസ്സിലായപ്പോൾ കടമെടുത്ത് നട്ടെല്ലിന് ശസ്ത്രക്രിയ നടത്തി. അവിടെയും ഫലം കണ്ടില്ല. തുടർന്ന് നട്ടെല്ലിന്റെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ പുട്ടപ്പർത്തി ആശുപത്രി വരെ 3 തവണ പോയെങ്കിലും അവിടെയും ശ്രീധരനെ രക്ഷിക്കാനായില്ല. വാക്കറിൽ നടക്കാൻ സാധിച്ചിരുന്ന ശ്രീധരൻ ഇപ്പോൾ പിടിച്ചുപോലും നടക്കാൻ പറ്റാത്ത അവസ്ഥ. അതിനാൽ 5 വർഷമായി വാട്ടർ ബെഡിലെ കിടപ്പ് തുടങ്ങിയിട്ട്. വിവാഹപ്രായമായ മകളും മകനും ഭാര്യയുമാണ് വീട്ടിലുള്ളത്. കെട്ടിട നിർമ്മാണത്തിലൂടെ ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടായിരുന്നു ജീവിതം. എന്നാൽ ശ്രീധരന്റെ ജീവിതത്തിൽ അതിഥിയായി എത്തിയ ഈ മാറ അസുഖം ശ്രീധരന്റെയും കുടുംബത്തിന്റെയും ജീവിതത്തെ വഴിമുട്ടിച്ചിരിക്കുകയാണ്. സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാതെ ഒരു രാജ്യത്തിനും പുരോഗതിയിലേക്ക് എത്താൻ സാധിക്കില്ലെന്ന് BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സത്യലക്ഷ്മി. സ്വാമി വിവേകാനന്ദന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാതെ ഒരു രാജ്യത്തിനും പുരോഗതിയിലേക്ക് എത്താൻ കഴിയില്ലെന്ന് CMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സത്യലക്ഷ്മി പ്രസ്താവിച്ചു. സ്വാമി വിവേകാനന്ദന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ CMS ആഭിമുഖ്യത്തിൽ നടന്ന വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സ്ത്രീകളെ മാനിക്കാതെ ഒരു രാജ്യത്തെയും അഭിവൃദ്ധിയുള്ള രാജ്യമായി കണക്കാക്കാൻ കഴിയില്ലെന്ന വിവേകാനന്ദ ദർശനത്തിന്റെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണെന്നും അവർ കൂട്ടിച്ചേർത്തു. കൺവെൻഷനിൽ CMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി റീന സഹദേവൻ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാനികേതൻ കോഴിക്കോട് ജില്ലാ സമിതി അഡ്വക്കേറ്റ് ഷീജാമണി മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതീയ മസ്ദൂർ സംഘം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഇ ദിവാകരൻ, സെക്രട്ടറി OK ധർമ്മരാജ്, EK പത്മിനി എന്നിവർ സംബന്ധിച്ചു. കേരള സർവീസ് പെൻഷൻ നിയമത്തിൽ ഭേദഗതി വരുത്തി നിഷേധിക്കപ്പെട്ട കേരള സർവീസ് 2ാം ഫാമിലി പെൻഷൻ അനുവദിക്കണമെന്ന് കൌൺസിൽ ഓഫ് എക്സ് സർവീസ്മെൻ വിഡോസ് ഡിഫൻസ് ആൻഡ് സ്റ്റേറ്റ് സർവീസ് പെൻഷനർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അനന്തരാവകാശികൾക്ക് അവകാശപ്പെട്ട പെൻഷൻ നിഷേധിക്കുന്നത് സൈനികരുടെ വിധവകളോട് ചെയ്യുന്ന അനീതിയാണെന്നും അവർ വ്യക്തമാക്കി. സൈനിക സേവനം അവസാനിപ്പിച്ച് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ടെസ്റ്റുകൾ പാസായി ജോലി ചെയ്ത് മരണപ്പെടുന്ന സൈനികരുടെ കുടുംബത്തിനാണ് 2ാം ഫാമിലി പെൻഷന്റെ ആനുകൂല്യം ലഭിക്കുന്നത്. മുൻപുണ്ടായിരുന്ന സൈനിക സിവിൽ 2 ഫാമിലി പെൻഷനുകൾക്ക് സമമായി 2012 സെപ്റ്റംബർ 24 മുതൽ സൈനിക കേരള 2 ഫാമിലി പെൻഷനുകൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചതാണ്. എന്നാൽ സൈനിക പെൻഷൻ കേന്ദ്ര സർക്കാർ യഥാസമയം നൽകുകയും കേരള സർവീസ് പെൻഷൻ കേരള സർക്കാർ നിഷേധിക്കുകയും ചെയ്യുകയാണ്. 2ാം ഫാമിലി പെൻഷൻ നിഷേധിക്കുമ്പോൾ കുടുംബത്തിന് പ്രതിമാസം ലഭിക്കേണ്ട 6300 രൂപയാണ് നഷ്ടമാവുന്നത്. അനന്തരാവകാശികൾക്കുള്ള പെൻഷൻ ആനുകൂല്യം നിഷേധിക്കുന്നത് കുടുംബത്തിനോട് ചെയ്യുന്ന അനീതിയാണെന്ന് കൌൺസിൽ ഓഫ് എക്സ് സർവീസ്മെൻ വിഡോസ് ഡിഫൻസ് ആൻഡ് സ്റ്റേറ്റ് സർവീസ് പെൻഷനർ സംഘടന പറഞ്ഞു. സൈനികരുടെ വിധവകൾക്ക് അർഹതപ്പെട്ട 2ാം കേരള സർവീസ് ഫാമിലി പെൻഷൻ തടഞ്ഞുവെക്കുന്ന കേരള സർക്കാർ KSR പാർട്ട് 3 നിയമത്തിൽ ഭേദഗതി വരുത്തി 2012 സെപ്റ്റംബർ 24 മുതലുള്ള 2ാം കേരള സർവീസ് പെൻഷൻ അനുവദിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ജില്ലാ വാർത്തകളിൽ ഒരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. കാഴ്ചയുടെ വിലയെന്തെന്ന് ഇവർക്കേ അറിയൂ, മറ്റാരെക്കാളും. പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ കാഴ്ചയുടെ ലോകത്തിന്റെ കാവൽക്കാരാകാൻ ഞങ്ങൾ സമർപ്പിത സേവനം ചെയ്യുന്നു, കണ്ണിമ ചിമ്മാതെ. പൂർണ്ണ അന്ധത പോലും പരിഹരിച്ച മികവിന് സംസ്ഥാനതല അവാർഡിന്റെ തിളക്കവുമായി കണ്ണ് DND ചികിത്സയിൽ ജീവനും ഉത്തര മലബാറിന്റെ അഭിമാനവും കേരളത്തിന്റെ പ്രതീക്ഷയുമാകുന്നു. അനുഭവ സാക്ഷ്യം മുഖമുദ്രയാകുമ്പോൾ അവകാശവാദങ്ങൾ പിന്നെന്തിന്? ജീവനം ആയുർവേദ ആശുപത്രി, പള്ളിയാമൂല, 6ാം ഘട്ടം, കണ്ണൂർ. 34ാമത് സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞം 2013. സഹകരണ ബാങ്കുകളിലും സഹകരണ സ്ഥാപനങ്ങളിലും നിക്ഷേപങ്ങൾക്ക് മറ്റാരും നൽകാത്ത ഉയർന്ന പലിശ. മുതിർന്ന പൌരന്മാർക്ക് 0.5% അധിക പലിശ. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക്, സർവീസ് റൂറൽ സഹകരണ ബാങ്കുകൾ, അർബൻ സഹകരണ ബാങ്കുകൾ, കാർഷിക സഹകരണ ഗ്രാമവികസന ബാങ്കുകൾ, അർബൻ എംപ്ലോയീസ്, വനിതാ, ഫാർമേഴ്സ്, ഹൌസിംഗ് സഹകരണ സംഘങ്ങളിലും ഉയർന്ന പലിശ ലഭിക്കുന്നു. മികച്ച ആദായം നേടാൻ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുക. സഹകരണ സ്ഥാപനങ്ങളിൽ ഉയർന്ന പലിശ. ഈ ആനുകൂല്യം 2013 ഡിസംബർ 31 വരെ മാത്രം. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി
ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. മൈൻഡ് ഡയമണ്ട്സ് ഫ്രം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. നിലവിലെ സാമൂഹിക അവസ്ഥകളാണ് അമ്മ അറിയാൻ എന്നതുപോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഭരണകൂടങ്ങൾ നിർബന്ധിതരാകുന്നതെന്ന് മേയർ AK പ്രേമജം. കോർപ്പറേഷൻ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി അമ്മ അറിയാൻ ബോധവൽക്കരണ പരിപാടി തളി സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കോർപ്പറേഷന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കൌമാരക്കാർക്കുള്ള അമ്മ അറിയാൻ ബോധവൽക്കരണ പരിപാടി ആരംഭിച്ചു. തളി സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി കോർപ്പറേഷൻ മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. നിലവിലെ സാമൂഹിക അവസ്ഥകളാണ് അമ്മ അറിയാൻ എന്നതുപോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഭരണകൂടങ്ങൾ നിർബന്ധിതരാകുന്നതെന്ന് AK പ്രേമജം പറഞ്ഞു. സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ കുട്ടികളെ വളർത്തുന്നതെന്ന ചരിത്ര സത്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് അമ്മ അറിയാൻ എന്ന പ്രോജക്റ്റിന് ഞങ്ങൾ രൂപവും ഭാവവും നൽകിയത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ MT പത്മ, ജീൻ മോസസ്, പ്രിൻസിപ്പൽ മുരളി മോഹനൻ, പ്രധാനാധ്യാപകൻ V ഗോവിന്ദൻ, PTA പ്രസിഡന്റ് T സദാനന്ദൻ, KT പത്മജ എന്നിവർ സംബന്ധിച്ചു. ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ കൂടുതൽ ഫാർമസിസ്റ്റുകളെ നിയമിക്കണമെന്ന് VM ഉമ്മർ മാസ്റ്റർ MLA. കേരള ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ 55ാം വാർഷിക സമ്മേളനം കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ 55ാം വാർഷിക സമ്മേളനം നടന്നു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ഫുഡ് ആൻഡ് ഡിസീസ് ആൻഡ് ന്യൂ ജനറേഷൻ ഡ്രഗ്സ് എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്യാസ്ട്രോഎൻട്രോളജി ഹെഡ് ഡോക്ടർ വർഗീസ് തോമസ് വിഷയം അവതരിപ്പിച്ചു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. P രമേശൻ, BK ഷൈനി എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് നടന്ന ജില്ലാ സമ്മേളനം VM ഉമ്മർ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ കൂടുതൽ ഫാർമസിസ്റ്റുകളെ നിയമിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് C രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PK മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. MK പ്രേമാനന്ദൻ, MK അബ്ദുറഹ്മാൻ എന്നിവർ സംബന്ധിച്ചു. എരഞ്ഞിപ്പാലം ശാസ്ത്രിനഗർ കോളനിയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ശാസ്ത്രിനഗർ റെസിഡൻസ് അസോസിയേഷനും വിവിധ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി. മൊബൈൽ ടവർ ഉണ്ടാക്കാൻ സാധനങ്ങളുമായി വന്ന വണ്ടി ജനങ്ങൾ തടഞ്ഞ് തിരിച്ചയച്ചു. എരഞ്ഞിപ്പാലത്ത് ശാസ്ത്രിനഗർ കോളനിയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം. സരോവരം ബൈപ്പാസ് പാസ്പോർട്ട് ഓഫീസിന് സമീപത്തുള്ള കോളനിയിൽ 156 വീടുകളിലായി 1000-ലേറെ ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് ടവർ വന്നാലുണ്ടാകുന്ന റേഡിയേഷൻ ഭവിഷ്യത്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ശാസ്ത്രിനഗർ റെസിഡൻസ് അസോസിയേഷനും വിവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പെട്ടെന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ഈ ആക്ഷൻ കമ്മിറ്റി ഈ ടവർ ഇവിടെ വരാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു നടപടിയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഇതിനുവേണ്ടി എന്ത് പ്രവർത്തനത്തിനും എന്ത് സമരം തന്നെയായാലും ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായും കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. പ്രതിഷേധത്തിന് ശാസ്ത്രിനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രേമരാജൻ, കൌൺസിലർ സിനി, സെക്രട്ടറി സിനോജ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ടവർ ഉണ്ടാക്കാനായി വസ്തുക്കളുമായി വന്ന വാഹനം നാട്ടുകാർ തടഞ്ഞ് തിരിച്ചയച്ചു. സ്വർണം, വജ്രം, പ്ലാറ്റിനം ആഭരണങ്ങളടക്കം ലക്ഷങ്ങൾ വിലമതിക്കുന്ന തൊണ്ടി മുതലുമായി 3 മോഷ്ടാക്കളെ സിറ്റി ക്രൈംബ്രാഞ്ച് സ്ക്വാഡ് പിടികൂടി. രാത്രി ബൈക്കിൽ സഞ്ചരിച്ച് വീടുകളിൽ മോഷണം നടത്തുന്ന ഇവർ 15 ദിവസത്തിനകം 10 വീടുകളിൽ മോഷണം നടത്തി. പൌഡർ മുതൽ വജ്രമോതിരം വരെ മോഷ്ടിക്കുന്ന യുവാക്കളെ ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്തു. അരക്കിണർ ചെറിയ ഒറ്റിയിൽ ജംഷീർ, കാരപ്പറമ്പ് കനാൽ റോഡിൽ കോയതുമ്മൽ നിലത്ത് ഷഹൻഷാ, നടുവട്ടം അദീം മഹലിൽ അദീബ് മുഹമ്മദ് സാലിഹ് എന്നിവരെയാണ് ചൊവ്വാഴ്ച രാത്രി മൊയ്തീൻപള്ളി റോഡിൽ പിടികൂടിയത്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിലാണ് സംഘം വലയിലായത്. 10ഓളം വീടുകളിൽ 15 ദിവസങ്ങളിലായി നടത്തിയ 10 ലക്ഷം രൂപ വിലമതിക്കുന്ന മോഷണ വസ്തുക്കളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. മെഡിക്കൽ കോളേജ്, ചേവായൂർ, കുന്നമംഗലം, കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മോഷണം പോയ മുതലുകളാണിത്. കാരന്തൂർ പാറപ്പുറത്ത് പാവിട്ടപ്പറമ്പിൽ ഡോക്ടർ ജാസിമിന്റെ വീട്ടിൽ മോഷണം നടത്തിയതായി പ്രതികൾ സമ്മതിച്ചു. ഇവിടെ നിന്നും മോഷണം പോയ സ്റ്റെതസ്കോപ്പ് അടക്കമുള്ള വസ്തുക്കൾ കണ്ടെടുത്തു. പേനകൾ, 3D കണ്ണടകൾ, LCD TV, LED TV, ലാപ്ടോപ്പ്, ചാർജറുകൾ, സോപ്പ്, വൈറ്റ് ഗോൾഡിൽ തീർത്ത ഗണപതി വിഗ്രഹം, ഇലക്ട്രിക് അടുപ്പ്, ഐപാഡ്, ബൈനോക്കുലർ, സിഗർ ലൈറ്റർ, സ്പ്രേ തുടങ്ങിയ വസ്തുക്കളും മോഷ്ടിച്ചവയിൽ ഉൾപ്പെടുന്നു. ബ്രൌൺ ഷുഗറും കഞ്ചാവും ഉപയോഗിക്കുന്നവരാണ് പ്രതികൾ. മോഷണ മുതലുകളെല്ലാം ജില്ലയിലെ പല ലോഡ്ജുകളിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു.
മോഷണ മുതലുകൾ വിറ്റുകിട്ടുന്ന പണവുമായി മുംബൈ, ഗോവ എന്നിവിടങ്ങളിൽ ഉല്ലാസയാത്ര നടത്തിയും മയക്കുമരുന്ന് വാങ്ങിയുമാണ് പ്രതികൾ ജീവിച്ചിരുന്നത്. സൌത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ KR പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ ടൌൺ CI ഇൻചാർജ്, കൺട്രോൾ റൂം CI MK ഭരതൻ ഉൾപ്പെടുന്ന പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. SI പ്രിയൻ ബാബു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ O മോഹൻദാസ്, TP ബൈജു, KR രാജേഷ്, MV അനീഷ്, K ഹാദിൽ, സാബുനാഥ് എന്നിവരാണ് മോഷ്ടാക്കളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. കേരള പരിസ്ഥിതി സംരക്ഷണ സമിതിയും ചാവറ കൾച്ചറൽ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളും പശ്ചിമഘട്ട മേഖലയിലെ കാർഷിക പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ചാവറ ഹാളിൽ നടന്ന സെമിനാർ കോഴിക്കോട് സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ NK പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളും പശ്ചിമഘട്ട മേഖലയിലെ കാർഷിക പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. കേരള പരിസ്ഥിതി സംരക്ഷണ സമിതിയും ചാവറ കൾച്ചറൽ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കോഴിക്കോട് അമലാപുരി ചാവറ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാറിന്റെ ഉദ്ഘാടനവും വിഷയാവതരണവും കോഴിക്കോട് സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ MK പ്രസാദ് നിർവഹിച്ചു. കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾ അതേപടി നടപ്പിലാക്കുമ്പോഴുണ്ടാവുന്ന പാരിസ്ഥിതിക, കാർഷിക, സാമൂഹിക, സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് പല കോണുകളിൽ നിന്നും ആശങ്കകൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് പ്രസ്തുത റിപ്പോർട്ടുകളെക്കുറിച്ചും അതിനെതിരെ ഉയർന്ന വിമർശനങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കേരള പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രസിഡന്റ് ഡോക്ടർ KK വിജയന്റെ അധ്യക്ഷതയിൽ നടന്ന സെമിനാറിൽ ബയോഡൈവേഴ്സിറ്റി ബോർഡ് മുൻ ചെയർമാൻ ഡോക്ടർ VS വിജയൻ, പരിസ്ഥിതി വിദഗ്ധൻ ഡോക്ടർ A അച്യുതൻ, പ്രൊഫസർ KV ചാക്കോ, ഡോക്ടർ VS വിജയൻ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ലോറിയിൽ കടത്തിയ മാലിന്യം റോഡിലൊഴുക്കിയത് സംഘർഷത്തിനിടയാക്കി. രാമനാട്ടുകരയിലെ ഹോട്ടലിൽ നിന്നും പ്ലാസ്റ്റിക്കിൽ കെട്ടിക്കൊണ്ടുപോകുന്നതിനിടയിൽ മാലിന്യം ചോർന്നത് പാലാഴിയെ ദുർഗന്ധപൂരിതമാക്കി. ഗതാഗത യോഗ്യമല്ലാതിരുന്ന റോഡ് ഫയർഫോഴ്സും പോലീസും എത്തി വൃത്തിയാക്കി. രാമനാട്ടുകരയിലെ സ്വകാര്യ ഹോട്ടലിലെ മാലിന്യമാണ് പ്ലാസ്റ്റിക് ഷീറ്റിൽ കെട്ടി ടിപ്പർ ലോറിയിൽ കൊണ്ടുപോകുന്നതിനിടെ ബുധനാഴ്ച വൈകിട്ട് പാലാഴി മെഡിക്കൽ കോളേജ് റോഡിൽ ചോർന്നത്. പാലാഴി പാല മുതൽ 1/2 കിലോമീറ്ററോളം ദൂരം മാലിന്യമൊഴുകിയതിനെ തുടർന്ന് നാട്ടുകാർ ലോറി തടഞ്ഞിടുകയായിരുന്നു. തുടർന്ന് നല്ലളം പോലീസും മീഞ്ചന്ത ഫയർഫോഴ്സും സ്ഥലത്തെത്തി വെള്ളം ചീറ്റി റോഡ് കഴുകിയ ശേഷമാണ് ഗതാഗത യോഗ്യമായത്. രൂക്ഷമായ ദുർഗന്ധത്തെ തുടർന്ന് സമീപത്തെ കടകൾ വൈകിട്ടോടെ അടച്ചു. മെഡിക്കൽ കോളേജിന് സമീപം ഇരിങ്ങാടൻ പള്ളി സ്വദേശി വിജയന്റെ പറമ്പിൽ വളത്തിനു വേണ്ടിയാണ് മാലിന്യം കൊണ്ടുപോകുന്നതെന്നാണ് ലോറി ഡ്രൈവർ പോലീസിനോട് പറഞ്ഞത്. ലോറി ഡ്രൈവർ മേപ്പാടി കിഴക്കുംകര ബാബുമോൻ, സ്ഥലമുടമ വിജയൻ എന്നിവർക്കെതിരെ നല്ലളം പോലീസ് കേസെടുത്തു. മാമ്പുഴ തീരത്തും രാമനാട്ടുകര തൊണ്ടയാട് ബൈപ്പാസിന് സമീപവും രാത്രി മാലിന്യം തള്ളുന്നത് പതിവ് സംഭവമായതിനെ തുടർന്ന് പലതവണ നാട്ടുകാർ മാലിന്യ ലോറികൾ ഉറക്കമിളിച്ചിരുന്ന് പിടികൂടിയിരുന്നു. വൻ സംഖ്യ കരാറെടുത്താണ് ലോറി ഉടമകൾ മാലിന്യം ലോറികളിൽ കയറ്റി പൊതുസ്ഥലങ്ങളിൽ തള്ളുന്നതെന്ന് ആക്ഷേപമുണ്ട്. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 16 ഷോറൂമുകൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. പത്രപ്രവർത്തനം എന്നത് പഴയകാല ആചാര്യന്മാർക്ക് അതിജീവനമോ ജീവനോപാധിയോ ആയിരുന്നില്ലെന്നും ജീവിതം തന്നെയായിരുന്നുവെന്ന് കേരള പ്രസ് അക്കാദമി ചെയർമാൻ NP രാജേന്ദ്രൻ. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ജേർണലിസം ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മലയാള ആചാര്യന്മാരെക്കുറിച്ചുള്ള അനുസ്മരണ പ്രഭാഷണ പരമ്പര ഓർമ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
മാധ്യമപ്രവർത്തനം മൂല്യശോഷണത്തിന് വിധേയമാകുന്ന ഈ കാലത്ത് മഹാരഥന്മാരായ പഴയകാല പത്രപ്രവർത്തകരുടെ ഓർമ്മകൾക്ക് വലിയ പ്രസക്തിയുണ്ടെന്ന് കേരള പ്രസ് അക്കാദമി ചെയർമാൻ NP രാജേന്ദ്രൻ പറഞ്ഞു. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ജേർണലിസം ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മലയാള പത്രപ്രവർത്തക ആചാര്യന്മാരെക്കുറിച്ചുള്ള അനുസ്മരണ പ്രഭാഷണ പരമ്പര ഓർമ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പത്രപ്രവർത്തനം എന്നത് പഴയകാല ആചാര്യന്മാർക്ക് അതിജീവനമോ ജീവനോപാധിയോ ആയിരുന്നില്ല, ജീവിതം തന്നെയായിരുന്നു. പരമ്പരയിലെ ആദ്യ പ്രഭാഷണത്തിൽ ഡോക്ടർ KV തോമസ് ഹെർമൻ ഗുണ്ടർട്ടിനെ അനുസ്മരിച്ച് പ്രസംഗിച്ചു. അധിനിവേശ പാരമ്പര്യങ്ങളുടെ ഭാഗമായി വന്ന വൈജ്ഞാനിക അന്വേഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി അതിനപ്പുറം ഉയർന്നു എന്നതാണ് ഗുണ്ടർട്ടിന്റെ പ്രസക്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളം, മലയാളം എന്നിവയുടെ പ്രചാരണത്തിനായി ബോധപൂർവം അദ്ദേഹം മുന്നിട്ടിറങ്ങി. ഒരു ജർമ്മൻ ഗുണ്ടർട്ടായി ജനിച്ചെങ്കിലും മലയാളി ഗുണ്ടർട്ടായിട്ടാണ് അദ്ദേഹം വിട പറഞ്ഞതെന്നും ഡോക്ടർ KV തോമസ് പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പാവമണി മേരി ഗ്ലാഡിസ് അധ്യക്ഷയായി. മലയാള വിഭാഗം മേധാവി പ്രൊഫസർ ബെറിൽ ഗിൽബർട്ട്, ജേർണലിസം ക്ലബ് കോർഡിനേറ്റർ MC വസിഷ്ഠ്, വൈസ് ചെയർപേഴ്സൺ ജോഷിമ എന്നിവർ പ്രസംഗിച്ചു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, കേസരി ബാലകൃഷ്ണപിള്ള, KP കേശവമേനോൻ, സഹോദരൻ അയ്യപ്പൻ, മിതവാദി കൃഷ്ണൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് പ്രഭാഷണ പരമ്പരയിൽ അനുസ്മരിക്കപ്പെടുന്നത്. റഹ്മാനിയ സ്കൂൾ ഫോർ മെന്റലി ഹാൻഡിക്യാപ്ഡ് ക്യാമ്പസിൽ സംഘടിപ്പിച്ച ദേശീയ ബുദ്ധിമാന്ദ്യ ദിനാചരണം VM ഉമ്മർ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. ദേശീയ ബുദ്ധിമാന്ദ്യ ദിനാചരണം റഹ്മാനിയ സ്കൂൾ ഫോർ മെന്റലി ഹാൻഡിക്യാപ്ഡ് ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിച്ചു. VM ഉമ്മർ മാസ്റ്റർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാനസിക വൈകല്യം സംഭവിച്ച് സജീവമായ പൊതുചർച്ചയ്ക്ക് സാഹചര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം അവരുടെ സാമൂഹിക ജീവിതത്തെ ഗുണപരമായി ഉയർത്തുവാനുതകുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സ്കൂളിൽ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ TK അഹമ്മദ് കോയയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ AWH പ്രൊജക്ട് ഡയറക്ടർ KV അബ്ദുൽ സലാം, കാലിക്കറ്റ് സെൻട്രൽ റോട്ടറി പ്രസിഡന്റ് TPM സജൽ മുഹമ്മദ്, നസ്ലി മുഹമ്മദ്, KP അസൻ കോയ, MS കിരൺ ദാസ്, അബ്ദുറഹ്മാൻ എടക്കുനി, M കുട്ടിശങ്കരൻ, KM ഉമ്മർ എന്നിവർ സംബന്ധിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്കു വേണ്ടി ചിത്രരചനാ മത്സരം, ക്വിസ് മത്സരം, കയ്യെഴുത്ത് മത്സരം, തത്സമയ പ്രവൃത്തി പരിചയ മത്സരം, എക്സിബിഷൻ എന്നിവ സംഘടിപ്പിച്ചു. ചിത്രരചനാ മത്സരം ആർട്ടിസ്റ്റ് ശ്രീകാന്ത് K മൂർത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനവും നടന്നു. നവംബർ, ഡിസംബർ മാസങ്ങളിലെ പെൻഷൻ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് CITU സംസ്ഥാന കമ്മിറ്റി അംഗം M ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. നവംബർ, ഡിസംബർ മാസങ്ങളിലെ പെൻഷൻ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കലക്ടറേറ്റിലേക്ക് നടന്ന മാർച്ച് CITU സംസ്ഥാന കമ്മിറ്റി അംഗം M ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക, പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുക, പെൻഷൻകാർക്കും ജീവനക്കാർക്കും ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് KSRTC ചെലവഴിക്കുന്ന പണം സർക്കാർ നൽകുക, കമ്പോള വിലയ്ക്ക് ഡീസൽ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ധർണയിൽ യൂണിയൻ സെക്രട്ടറി N ശശിധരൻ, മേഖലാ ട്രഷറർ PV കുട്ടികൃഷ്ണൻ, പ്രേംനാഥ്, E ഗംഗാധരൻ എന്നിവർ സംബന്ധിച്ചു. വനിതാ സർവീസ് പെൻഷൻകാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം EN ദേവകിയമ്മ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ സർവീസ് പെൻഷൻകാരുടെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, വിലക്കയറ്റം തടയുക, വനിതകൾക്കെതിരെയുള്ള പീഡനം അവസാനിപ്പിക്കുക, നേരത്തെ സമർപ്പിച്ച ആവശ്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുമ്പിൽ സംഘടിപ്പിച്ച ധർണ KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം EN ദേവകിയമ്മ ഉദ്ഘാടനം ചെയ്തു. P സൌദാമിനി അധ്യക്ഷത വഹിച്ചു. V ഗംഗാധരൻ, PK ഗോപി മാസ്റ്റർ, P ഭാസ്കരക്കുറുപ്പ്, MP ഹസൈൻ മാസ്റ്റർ, K സുലോചന, കൊയിലാണ്ടി മുനിസിപ്പൽ കൌൺസിലർ വിമല, PK ശാന്തകുമാരി എന്നിവർ സംബന്ധിച്ചു. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കിയാൽ സ്കൂളും കോളേജും നിർമ്മിക്കാനാവില്ലെന്ന് നിയമസഭയിൽ പ്രസംഗിച്ചവരുണ്ടെന്നും ഇത്തരം വാക്കുകൾ മുഖവിലക്കെടുത്താണ് ജനങ്ങൾ കലാപമുണ്ടാക്കുന്നതെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സെക്രട്ടറി TP കുഞ്ഞിക്കണ്ണൻ ജനകീയ കലാസാഹിത്യ വേദി സ്പോർട്സ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് നിയമസഭയിലെ ചർച്ചയാണെന്ന് സെമിനാർ. ജനകീയ കലാസാഹിത്യവേദി സ്പോർട്സ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാറിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സെക്രട്ടറി TP കുഞ്ഞിക്കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കിയാൽ സ്കൂളും കോളേജും നിർമ്മിക്കാനാവില്ലെന്ന് നിയമസഭയിൽ പ്രസംഗിച്ചവരുണ്ട്. ഇത്തരം വാക്കുകളാണ് ജനങ്ങൾ മുഖവിലക്കെടുത്തത്. ലൈസൻസ് ഇല്ലാത്ത ക്വാറികൾ അടച്ചുപൂട്ടണമെന്ന് കസ്തൂരി രംഗനും പറയുന്നുണ്ട്. ഇതിനാലാണ് രണ്ട് റിപ്പോർട്ടും തള്ളണമെന്ന് ആവശ്യപ്പെട്ട് കലാപമുണ്ടാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു.
കർഷകരുടെ സ്വപ്നഭൂമിയായിരുന്ന വയനാട്ടിൽ കീടനാശിനി പ്രയോഗിച്ചിട്ട് മണ്ണ് മരിച്ചുപോയെന്ന് പ്രകൃതി സംരക്ഷണ സമിതി നേതാവ് ബാദുഷ പറഞ്ഞു. വയനാട് ഇന്നൊരു ശവപ്പറമ്പാണ്. ഇവിടെ ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടുകയാണ്. ഒരേക്കറിൽ നിന്ന് 12 ക്വിന്റൽ കുരുമുളക് ഉൽപ്പാദിപ്പിച്ച കർഷകനാണ് താൻ. ഇന്ന് 1 കിലോ കുരുമുളകിന് 500 രൂപ വിലയുണ്ട്. വയനാട്ടിലെ കൃഷി തളർന്നതിന് കാരണം പാരിസ്ഥിതിക തകർച്ചയാണ്. വയനാട്ടിന്റെ കാർഷിക മേഖല തിരിച്ചുപിടിക്കണമെങ്കിൽ പശ്ചിമഘട്ടം സംരക്ഷിക്കണം. ഇതിനായി ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്നാണ് വയനാട്ടിലെ കർഷകർ ആവശ്യപ്പെടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെൻ അജയ് കുമാർ, പി കെ വേണുഗോപാൽ, സുരേഷ് എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. പ്രശസ്ത ഹോമിയോ ബിഷഗുരനായിരുന്ന ഡോക്ടർ കെ എസ് പ്രകാശത്തിന്റെ 21ാം ചരമവാർഷിക പരിപാടികളും അനുസ്മരണ സമ്മേളനവും ഡിസംബർ 15-ന് അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടക്കും. ചടങ്ങിൽ ക്യാൻസർ പോംവഴി എന്ത് എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിക്കും. ഡോക്ടർ പ്രകാശം സ്മാരക ഗോൾഡ് മെഡൽ ഡോക്ടർ എം ദീപ്തിക്ക് കളക്ടർ CA ലത സമ്മാനിക്കും. കോഴിക്കോട് MM ജൂബിലി പ്രിപ്പറേറ്ററി സ്കൂളിന്റെ വാർഷികാഘോഷം കണ്ടംകുളം ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. P. അബൂബക്കർ കോയ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ സ്കൂൾ പ്രധാന അധ്യാപിക MP ജസീന, ട്രഷറർ SV അബ്ദുൾ ഹസീസ്, കൌൺസിലർ KP അബ്ദുള്ള കോയ, MM ജൂബിലി കോളേജ് പ്രിൻസിപ്പൽ TS സുരേഖ, PTA പ്രസിഡന്റ് CV ഷെരീഫ്, പ്രോഗ്രാം കൺവീനർ AT ജസീന, PK അബ്ദുൾ ഹസീസ് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. 32ാമത് ചിത്രാഞ്ജലി അഖില കേരള നഴ്സറി കലോത്സവത്തിന്റെ അപേക്ഷാ ഫോറം വിതരണം ഡിസംബർ 8 വരെ നീട്ടിയതായി സംഘാടക സമിതി അറിയിച്ചു. ഫോമുകൾ മലബാർ പാലസ് ഹോട്ടലിൽ നിന്നും ലഭിക്കും. ഡിസംബർ 9, 10 തീയതികളിൽ ടാഗോർ ഹാളിൽ നടക്കുന്ന കലോത്സവം മുൻ വ്യക്തിഗത ചാമ്പ്യൻ ബേബി ശിവാണി കിഷോർ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് വിദ്യാർത്ഥികളും അധ്യാപക അനധ്യാപക ജീവനക്കാരും മാനേജ്മെന്റും ഒത്തുചേർന്ന് യുവജന പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നു. യൂത്ത് അഗെയിൻസ്റ്റ് അഡിക്ഷൻ ആൻഡ് അബ്യൂസ് എന്ന പ്രസ്ഥാനം ഡിസംബർ 6-ന് യുവജനതയുടെ സമഗ്ര പരിവർത്തനത്തിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ സാമൂതിരി PKS രാജയും കോഴിക്കോട് ഖാസി KV ഇമ്പിച്ച് അഹമ്മദ് ഹാജിയും ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ശുദ്ധഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിനായി കേരള ജൈവ കർഷക സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാട്ടുപൊലിമ പരമ്പരാഗത കാർഷിക പരിസ്ഥിതി വ്യവസായ ആരോഗ്യമേള സംഘടിപ്പിക്കുന്നു. ഡിസംബർ 27, 28, 29 തീയതികളിൽ കോഴിക്കോട് ടൌൺ ഹാളിലും ഗവൺമെന്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജിലുമായി നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം MT വാസുദേവൻ നായർ നിർവഹിക്കും. കേരള മുസ്ലിം ഹെറിറ്റേജ് ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 22, 23, 24 തീയതികളിൽ JDT ഇസ്ലാം ക്യാമ്പസിൽ കേരള മുസ്ലിം ഹിസ്റ്ററി കോൺഫറൻസ് സംഘടിപ്പിക്കും. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രപരവും സാംസ്കാരികപരവുമായ വിഷയങ്ങളിൽ 200-ലധികം ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപകരെ ആദരിക്കുന്നു. ഡിസംബർ 8-ന് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുക. ഗുരുനാഥന്മാരെ താലപ്പൊലി, പഞ്ചവാദ്യം, മുത്തുക്കുട എന്നിവയുടെ അകമ്പടിയോടെ ആനയിക്കും. അന്തരിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുസ്മരിക്കും. ഗുരുക്കന്മാരെ പൂർവ്വ വിദ്യാർത്ഥികൾ പൊന്നാട അണിയിക്കും. പരിപാടികൾ കളക്ടർ CA ലത ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ ജയിലുകളിൽ റിമോട്ട് കൺട്രോൾ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് K. സുരേന്ദ്രൻ. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രിയും ജയിൽ DGPയും രാജിവെക്കണമെന്നും സുരേന്ദ്രൻ. കൌമാരപ്രായക്കാരുടെ അമ്മമാർക്ക് ബോധവൽക്കരണം നൽകേണ്ട സാഹചര്യമാണ് ഇന്നുള്ളതെന്ന് മേയർ AK പ്രേമജം. കോർപ്പറേഷന്റെ അമ്മ അറിയാൻ പദ്ധതിക്ക് തുടക്കമായി. അനന്തരാവകാശികൾക്ക് അവകാശപ്പെട്ട പെൻഷൻ നിഷേധിക്കുന്നത് സൈനികരുടെ വിധവകളോട് ചെയ്യുന്ന അനീതിയാണെന്ന് കൌൺസിൽ എക്സ് സർവീസ്മെൻ വിഡോസ്. ജില്ലാ വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.